അതേസമയം പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കുകയാണ് UDF-ഉം BJP-യും. മുഹമ്മദ് റിയാസും വീണയും ചെയ്ത പാപത്തിന്റെ ഫലമാണ് അനുഭവിക്കുന്നതെന്നായിരുന്നു മന്ത്രി KM ഷാജിയുടെ പ്രതികരണം. വീണ തൈക്കണ്ടിയിലെ ഒരു വ്യക്തിയായി മാത്രം കാണാനാകില്ല. അവർ മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായിരുന്നു. പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും CPM-നും അഴിമതിയിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി KM ഷാജി പറഞ്ഞു. കേരള നിയമസഭയിൽ ആദ്യമായിട്ട് വീണക്കെതിരെ സംസാരിച്ച ഒരാളാണ് ഞാൻ. റിയാസ് പറഞ്ഞത് എന്താണ്, ED-യുടെ അന്വേഷണം ഞങ്ങൾ നേരിടുന്ന അറിയാൻ എന്തോ ഔദാര്യമുണ്ട്. തീർച്ചയായിട്ടും അവർ ചെയ്ത പാപത്തിന്റെ ശമ്പളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. വീണ എന്ന് പറയുന്ന ഒരൊറ്റ സ്ത്രീയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എന്താ പ്രിവിലേജ്? മുഖ്യമന്ത്രിയുടെ മകൾ, പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യ അല്ലേ? ഈ പ്രിവിലേജ് അല്ലേ അന്വേഷിക്കേണ്ടത്? ആ പ്രിവിലേജാണ്. എൻ്റെ മകൾ ഒരു അഴിമതി നടത്തിയാൽ അതെങ്ങനെ ഞങ്ങൾ അറിയാം? അവൾ ഇൻഡിവിജ്വലാണ്. എൻ്റെ മോക്ക് 12-22 വയസ്സായി, അവൾ സ്വതന്ത്രയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ കൺവീനിയൻസിനെ ഉപയോഗിക്കുന്നത്. വീണ എന്നതൊരു സ്വതന്ത്ര വ്യക്തിയല്ല. അവർ മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു 10 കൊല്ലം, പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയായിരുന്നു. അപ്പോൾ അത് വീണ അല്ല അന്വേഷിക്കേണ്ടത്, മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ്, മുഹമ്മദ് റിയാസിനെയാണ്, റിയാസിന്റെ പാർട്ടിയാണ്. ഇടതുപക്ഷം പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചത്. വിഷയത്തിൽ ആദ്യം CPM പ്രതികരിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം വീണയ്ക്കെതിരായ ED അന്വേഷണത്തിൽ ധാർമ്മികതയുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്ന് BJP ദേശീയ സെക്രട്ടറി K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. റിയാസിന്റെ മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് വെപ്രാളപ്പെടുന്നതെന്നും K സുരേന്ദ്രൻ ചോദിച്ചു. ഒന്നാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവായിട്ട് ശ്രീ പിണറായി വിജയന് അധികാരത്തിൽ തുടരാനുള്ള ഒരർഹതയുമില്ല. റിയാസിനെ സംബന്ധിച്ച് മടിയിൽ കനവില്ല, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? റിയാസ് ഇത്ര വെപ്രാളപ്പെടുന്നത് എന്തിനാണ്? എന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞൊരു രക്തസാക്ഷി പരീക്ഷ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഒന്നും പേടിക്കാനില്ലെങ്കിൽ അന്വേഷണ വഴിക്ക് പോയില്ലേ? ശ്രീമാൻ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ സെർച്ച് നടന്നപ്പോൾ കാണിച്ച ആവേശം ഇപ്പോൾ റിയാസിന്റെ കാര്യത്തിൽ കാണുന്നില്ലല്ലോ. കേരളത്തിലെ സർക്കാർ മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തീവ്ര വർഗീയ ചിന്താഗതിക്കാരുടെയും സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് പോവാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ്, മുന്നണിയാണ്. ആശയപരമായ നിലപാടുകളുടെ കാര്യത്തിലും ഭരണപരമായ പല കാര്യങ്ങളിലും ഇത് പ്രകടമാണ്. റോഷിപാലാണ് ചേരുന്നത്. റോഷിപാൽ, പ്രതിപക്ഷത്തിനെതിരെ ഈ വിഷയം ആയുധമാക്കിക്കൊണ്ട് വലിയ രീതിയിൽ വിമർശനം ഉയർത്തുകയാണ് UDF-ന്റെ ഭാഗത്തു നിന്നായാലും BJP-യുടെ ഭാഗത്തു നിന്നായാലും, അല്ലേ? വിനീത, ED-യുടെ അന്വേഷണം അത് വീണ ടിയിലേക്ക് പോകുമ്പോഴും മുഹമ്മദ് റിയാസിലേക്ക് പോകുമ്പോഴും ഒക്കെ പ്രതിപക്ഷം അത് BJP ഉൾപ്പെടെ ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ തന്നെയാണ്. പിണറായി വിജയന്റെ തണലിലാണ് ഇവർ വലിയ തട്ടിപ്പ് നടത്തിയത് എന്ന ആരോപണം ശക്തമായി ഉന്നയിക്കുകയും അത് പ്രചരിപ്പിക്കുകയുമാണ് പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തും പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യം കൂടി ഇവിടെ പ്രതിപക്ഷം ഉയർത്തുന്നു. പ്രത്യേകിച്ച് BJP-യും സമാനമായ ആവശ്യം ഉയർത്തുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുമ്പോൾ ഒരു ഭാഗത്ത് CPM നേതൃത്വം പൂർണ്ണ പ്രതിരോധത്തിലുമാണ്. ആ ഘട്ടത്തിൽ ഇത് ഏറ്റവും മികച്ച അവസരമായി തന്നെയാണ് പ്രതിപക്ഷം കാണുന്നത്. ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. അത് മാസപ്പടിയിൽ നിന്നും മറ്റ് പലവിധ ഇടപാടിലേക്കും അന്വേഷണം നീങ്ങുമ്പോൾ അത് മുഴുവൻ സാഹൂതം വീക്ഷിച്ച് എങ്ങനെ അതിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്നത് സ്വാഭാവികമായും ആലോചിക്കും പ്രതിപക്ഷം. അതിൽ ഇവർ ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പിണറായി വിജയന്റെ സഹായമില്ലാതെ ഒരു കാരണവശാലും വീണ ടിക്ക് തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ആ വിഷയം തന്നെ ഉയർത്തി അങ്ങോട്ടേക്ക് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് BJP അതൊരു ആയുധമാക്കി വ്യാപകമായ പ്രചാരണവും പിന്നീട് അതൊരു പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനാണ് ആലോചിക്കുന്നത്. ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഇനി അടുത്ത നീക്കം എന്താണോ അതിനനുസരിച്ച് ഒരുപക്ഷെ CPM നേതൃത്വത്തിന്റെ പ്രതികരണം കൂടി കാത്തിരുന്നതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി VD സതീശനടക്കം ഈ കാര്യത്തിൽ കൃത്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറാവുക. ശരിയാ, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.